എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനായ ഊട്ടിക്കടുത്തുള്ള കോടനാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ പുൽമേട്ടിലാണ് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് കിടന്നുറങ്ങിയത്. ഇവിടെ രാവിലെ നോക്കിയത് ഈ പുൽമേട്ടിൽ കുറേ പോത്തുകളൊക്കെ പുല്ല് തിന്നുന്നുണ്ട്. നല്ല തണുപ്പും കാറ്റുമാണ്, നല്ല കാറ്റുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല കാറ്റായിരുന്നു. ഈ പോത്തിൻ്റെ കളറ് കണ്ട് ഒരു വ്യത്യസ്തമായ കളർ, എല്ലാത്തിനും ഒരു ഗ്രേ കളറാണ്. കോടനാട് നല്ല സുന്ദരമായൊരു ഹിൽ സ്റ്റേഷനാണ്. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് ചേട്ടായും പൊന്നുക്കുട്ടിയും ഒന്നും എണീറ്റിട്ടില്ല. ഏക്കെങ്കിലും നമുക്ക് രാവിലെ ആദ്യം ഒരു കടുങ്കാപ്പി അങ്ങ് വെച്ച് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ വേവിക്കണം. ഇന്നലെ ഉണക്കക്കപ്പയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഉണക്കമീൻകറി വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ നമുക്ക് കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഉറക്കമൊക്കെ? നല്ല തണുപ്പല്ലായിരുന്നു. ഞാനാണെങ്കിൽ വെളുപ്പിനെ എണീറ്റതാണ്. എനിക്ക് കാലുവേദന കാരണം ഉറങ്ങത്തില്ലായിരുന്നു. ഒരറക്കം നല്ലപോലെ ഉറങ്ങി. ഇവിടെ നല്ല ക്ലൈമറ്റാ അല്ലേ? എനിക്കൊന്ന് ഊട്ടിയെക്കാട്ടിലും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത്. നല്ല കാറ്റുള്ളതുകൊണ്ടുകൂടാ തണുപ്പ് ഇത്ര. ഇവിടെ എപ്പോഴും തണുപ്പുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? தமிழ் மக்கள் கவனத்துக்கு அக்கா இன்னும் பாத்திரம் கழுகுது. ചേട്ടൻ മുത്തട്ട് കാണാതിരിക്കുന്നില്ല. പേരെന്നാ? പേര് പൂവലിംഗം. കന്യാകുമാരി അല്ലേ? മണവാളക്കുറിച്ചി കേട്ടിട്ടുണ്ട്. കന്യാകുമാരി സൈഡ് ഒന്നും വന്നില്ല. വരുന്നുണ്ട്. കന്യാകുമാരിക്ക് ഒത്തിരി വർഷം മുമ്പ് പോയതാ. അതെ, അപ്പൊ ഈ ലോങ് തന്നെ പോകുന്നോണ്ടേ ഇപ്പൊ ഇനി ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്ന് വന്ന് നിൽക്കുന്ന റോഡേ പോയപ്പോ ചേച്ചിയെ വണ്ടി കണ്ടേ. വണ്ടി നമ്പർ ഉണ്ട് 66 കേട്ടോ. ആ ശരിയാണല്ലോ, ഞാനിപ്പോഴാ ശ്രദ്ധിച്ചേ. അത്ര നിന്നുകൊണ്ട് കണ്ടില്ലായിരുന്നു. തേങ്ങയൊക്കെ ചിരണ്ടട്ടെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആ ചിമ്മിനി ഓണാക്കടാ, കപ്പയുടെ മണം അതിനകത്ത്. കുക്കറും മറിച്ചോണ്ട് വീണേക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. നീ വീണാലും അതിനൊരു സമയം വിശക്കുന്നുണ്ട് കേട്ടോ, പട്ടിണിക്കിടരുത്. കുക്കറൊക്കെ മറിച്ച് വീഴ്ത്തിട്ട് അതന്നെ കത്തിട്ട് പോയത്. ഓണാക്ക്. കണ്ടോ, അത്രേ ഉള്ളു. എന്നാ തേങ്ങ ചെല്ലു. അതിന്റെ ചെലവ് മറ്റേ ചെലവില്ലേ? അമ്മയാണെങ്കിൽ കുളിക്കാൻ പോയി. അപ്പൊ ഇന്ന് കപ്പ ഉണ്ടാക്കുന്ന ആകാശങ്ങളാണ്. കപ്പയുടെ പണ്ട് അറിയാവോ? അല്ല, എന്നെ ലഭിച്ചത് അങ്കിളിനോട് പറഞ്ഞിട്ട് പണ്ടാണ് പോയത്. അല്ലല്ല, അങ്കിളിനോട് പറഞ്ഞിട്ട് അമ്മ പോയത്. ആകാശ ചേട്ടൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാ പോയത്. ചെയ്തോ ഉപ്പ ഇങ്ങനെ ചുമ്മാ ഇട്ടാ പോലെ. എന്തിനാ വീശാനൊന്നും പറഞ്ഞില്ലേ? എല്ലാവർക്കും തെറിപ്പിക്കരുത്. താഴെക്കളയല്ലേ? അങ്ങനൊക്കെ താഴെ പോകും കേട്ടോ. ഇതെന്ത്? എനിക്കറിയത്തില്ലല്ലോ, വലിയ കുക്കറിൽ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. നീ ഇളകുന്നല്ലോ, കപ്പ ഇളകുന്നില്ല. ഇളകുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. തീയതിച്ചു അരപ്പൊക്കെ ഇട്ട് 2 മിനിറ്റ് അങ്ങനെ അമ്മ പറഞ്ഞ. സമയം വെക്കണോ? ടൈമർ വേണ്ട, അരപ്പൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു. കപ്പ എങ്ങനെ ആയെന്നൊന്ന് നോക്കിയാൽ നല്ല. എനിക്ക് അച്ഛ കേട്ടോ പറഞ്ഞു തന്നത്. അച്ഛ പറഞ്ഞു തന്നോടെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിക്കോ. കുഴപ്പമൊന്നുമില്ല, ആയിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല കപ്പയാ. ഞാൻ ഇളക്കിക്കോ. ഒടിഞ്ഞു പോകുന്ന പേടി. അപ്പം കപ്പയൊക്കെ റെഡിയായി, കഴിക്കാൻ എടുത്തേക്കാം. കപ്പയും ഉണക്കമീൻ കറിയും കുറേശ്ശെ എടുത്താൽ മതി. ഇത്രയും പോരെ? പോരെ? അത് ആകാശങ്ങളിൽ കൊടുക്ക്, കൂടുതലുള്ള. കുറച്ചുകൂടെ വേണോ? ഇല്ല മതി, എനിക്ക് മീൻകറി വേണ്ട. അപ്പൊ പിന്നെ അച്ചാറാ. അപ്പൊ രാവിലെ ഉണക്ക കപ്പയും ഉണക്കമീൻ കറിയും ഇതന്നെ പഴങ്കഞ്ഞിയും. അപ്പോൾ എല്ലാവരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു വില്ലേജ് ഉണ്ടാവും, ഒന്ന് കണ്ടിട്ട് വരാം. പുത്തേ ട്രാവൽ വ്ലോഗിൻ്റെ ഊട്ടി ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തോഡ ട്രൈബ്സിൻ്റെ ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട് ഗ്രാമത്തിലേക്ക്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ഗ്രാമം. അപ്പോൾ നമ്മളിപ്പോൾ വനത്തിൽ കൂടാണ് പോകുന്നത്. ഇതുണ്ട്, ഈ കാണുന്ന വീടുണ്ട്, ഇത് തോഡ ട്രൈബ്സിൻ്റെ വീടായത്.
ഇപ്പം താമസമൊന്നുമില്ല, അതെല്ലാം പോയതാ, ആരുമില്ല. നമ്മുടെ നീലഗിരി മലനിരകളായി കാണുന്ന എന്ത് ഭംഗിയാണ് കാണാൻ. നീലഗിരി മലനിരകളിൽ താമസിക്കുന്ന ട്രൈബ്സാണ് ഈ തോഡ ട്രൈബ്സ്. പണ്ട് കാലത്തൊക്കെ ഇവരെ വനത്തിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്, ഈ നീലഗിരി മലനിരകളിൽ. ഇപ്പം നാട്ടിലേക്കൊക്കെ ഒത്തിരി വീടുകളൊക്കെ വെച്ച് താമസിക്കാൻ തുടങ്ങി. ഇതുണ്ട് ഒരു പോത്ത് കിടക്കുന്നുണ്ടോ. ഇന്നലെ നമ്മൾ കണ്ട പോലെ കൊമ്പ് കണ്ടോ, എന്നാ കൊമ്പാന്ന് നോക്കി. ഓഹോ, വളഞ്ഞ് കാട്ടുപോത്താന്നേ പറയാം. അതെ അതെ. ഈ തോഡ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രധാന ഒരു മൃഗമാണ് ഈ പോത്ത് എരുമയൊക്കെ. പണ്ടൊക്കെ ഇവരുടെ ഉപജീവന മാർഗം കന്നുകാലി വളർത്തലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഇവരെല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് പോകുന്നു. ആ, നല്ലപോലെ കാണാമല്ലോ. ഇത് നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെയുള്ള തോഡ ട്രൈബ്സിൻ്റെ ഒരു കോവിലായത്. ഇതുപോലെ തന്നെയുള്ള വീടുകളിലാണ് പണ്ട് ഇവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ ഇതുപോലെ കോൺക്രീറ്റ് വീടുകളൊക്കെ ആയി എല്ലാം. ഇതിവിടെ ഇപ്പോൾ ഒരു 10 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഇതൊക്കെ ഇവർക്ക് ഗവൺമെൻറ് വെച്ച് കൊടുത്തേക്കുന്ന വീടുകളാണ്. ഇവരുടെ ഗ്രാമത്തിന് പറയുന്ന പേര് മന്തെന്ന്. ഇത് ഇവരുടെ ഭാഷയിൽ പറയുന്നതാണ്. ഇവരുടെ ഈ അമ്പലവും വീടും എല്ലാം നിർമ്മിക്കുന്നത് കൊണ്ടോ മുളയും പുല്ലും പിന്നെ കല്ലും കൊണ്ടാണ്. അപ്പോൾ ഇത് മുളയും കൊണ്ടുള്ള ഒരു ചട്ടക്കൂട് അവരുണ്ടാക്കും, എന്നിട്ട് പുല്ല് മേയും. പിന്നെ ഇത് കണ്ട് ഈ ഫ്രണ്ടിലത്തെ ഈ ഡോറ് പോലെ, ഇത് ഡോറെന്ന് പറഞ്ഞാൽ ചെറുതാ കാണുന്ന ഒരു 2 അടി പൊക്കമുള്ളെന്ന് തോന്നുന്നു ആ ഡോറിന്. അപ്പോൾ അതിൽ നമ്മൾ വളരെ പിന്നെ കുനിഞ്ഞ് വേണം അതിനകത്ത് കയറാൻ, മുട്ടിലഴിഞ്ഞ് വേണം അതിനകത്ത് കയറാനായിട്ട്. പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഇതിനകത്ത് ജനലൊന്നുമില്ല, അകത്ത് നല്ല ഇരുട്ടായിരിക്കും. ഇത് അമ്പലമാണ്, വീടല്ല. പക്ഷെ വീട് ഇതുപോലെ തന്നെ ഇവർ നിർമ്മിക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ കാറ്റിനെയും തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ വീടുകൾ നിർമ്മിക്കുന്നത്. ഇവർ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, വെജിറ്റേറിയനാണ്. ഈ തോഡ ഗോത്രവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവർ വെളുത്ത തുണിയിൽ ചുവപ്പും കറുപ്പും നൂലുകൾ കൊണ്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യും. അത് വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ ഇവർ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കും. അത് നമുക്ക് ഊട്ടിയിലൊക്കെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. പോത്തിനെ എരുമയൊക്കെ ഇവർ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ എരുമയുടെ പാല് മാത്രമേ ഇവർ പൂജയ്ക്ക് ഉപയോഗിക്കത്തുള്ളൂ. അത് പൂവും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല, പൂവ് തേങ്ങ അതൊന്നും ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ തീ കത്തിക്കാനായിട്ട് ഇവർ തീപ്പെട്ടി അങ്ങനെയൊന്നും ഉപയോഗിക്കത്തില്ല. ഈ പണ്ട് കാലത്തെ പോലെ രീതികളാണ് വിറകമ്പുകൾ ഇങ്ങനെ ഉരച്ച് തീ പിടിപ്പിക്കുന്നത്. അപ്പോൾ അടിയിലൊരു തുണി ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അങ്ങനെ കത്തും. അത് പൂജയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ, പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വർഷത്തിൽ 2 പ്രാവശ്യം ഇവിടെ പൂജയുള്ളൂ. അപ്പോൾ ആ സമയത്ത് പൊങ്കലിൻ്റെ സമയത്ത് പിന്നെ വേറൊരു ടൈമിലും എല്ലാ ആൾക്കാരും വരും. പൂജാരിയൊക്കെ ആൾക്കാർ വരും, ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ. പൂജാരി ഉണ്ടായിരിക്കും. ഇതിനകത്ത് 2 മുറിയുണ്ട്. ഒരു മുറിയിൽ ആൾ താമസിക്കും, എന്നിട്ട് പൂജയും കാര്യങ്ങളും ചെയ്യും. പിന്നെ പൂജാരി ഈ ഒരു ചുറ്റുവട്ടത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, വീടുകളിലോട്ടോ അങ്ങോട്ടോ ഒന്നും പോകത്തില്ല. അതേപോലെ തന്നെ ഈ ഓരോ കോവിലിനും കുറച്ച് എരുമകളുണ്ടാവും. അതിനെല്ലാം ഇങ്ങനെ ചുമ്മാ അഴിച്ചു വിട്ടേക്കുക, അതിങ്ങനെ മേഞ്ഞിട്ട് തന്നെ തിരിച്ചു വരും. ഇവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവർ തന്നെ നെയ്തെടുത്ത ഒരു ഷോള് പോച്ചാണ് ക്ഷേത്രത്തിലിരുന്നത്. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളും വീടുകളും ഒക്കെ ഒരു 10 വർഷത്തോളം നിലനിൽക്കും. പിന്നെ ഈ ക്ഷേത്രം പുതുക്കി പണിയുന്ന സമയത്ത് ഇതേപോലെയുള്ള താൽക്കാലിക ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഇതിനകത്തായിരിക്കും ആ സമയത്ത് പൂജയൊക്കെ നടക്കുക. ഇപ്പോൾ ഈ ഗ്രാമങ്ങളിലൊക്കെ വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ, കുറച്ച് ആൾക്കാരെ താമസിക്കുന്നുണ്ട്. എല്ലാവരും ടൗണുകളിലേക്കൊക്കെ താമസം മാറി, ഊട്ടിയിലേക്കൊക്കെ. കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. വർഷത്തിൽ 1 പ്രാവശ്യം അല്ല 2 പ്രാവശ്യം ഇവിടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പിന്നെ ഉത്സവങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമേ അവർ വരുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 10-500 പേരൊക്കെ വരുമെന്ന് പറഞ്ഞേ ഉത്സവ സമയത്ത്. എരുമകളെ ആരാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതുണ്ടോ, ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു എരുമയുടെ തല കൊത്തി വെച്ചിട്ടുണ്ട്, കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അത് കല്ല, അത് മൊത്തം. പിന്നെ അതേ മുകളിൽ ഡേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് വ്യക്തമാകുന്നില്ല. പിന്നെ അവരുടെ ചില കലാരൂപങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ വനത്തിലൊക്കെ താമസിച്ചിരുന്നവരൊക്കെ മൃഗങ്ങളെ വേട്ടയാടിയല്ല ജീവിച്ചിരുന്നത്. പക്ഷേ ഇവരങ്ങനല്ല. ഇതാ ഇവരുടെ ഡ്രസ്സ് കേട്ടോ, ട്രഡീഷണൽ ഡ്രസ്സ്. ഇതെനിക്ക് തോന്നുന്നു മുണ്ട് പോലെ ഉടുക്കുവാന്ന് തോന്നുന്നു. ചേട്ടനോട് ചോദിച്ചാലോ? ചോദിക്കാം. പക്ഷെ ഇത് കണ്ടോ, കൈകൊണ്ട് തുന്നുന്നാന്നാ പറഞ്ഞോ. നല്ല രസമല്ലേ? നമ്മളൊന്ന് ഇവിടെ പോയപ്പോൾ കണ്ടില്ലേ, മേഘാലയയിൽ അങ്ങ് ത്രിപുരയ്ക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടില്ലായിരുന്നു? നല്ല വർക്കല്ലേ? ഇതാ ഞാൻ പറഞ്ഞ വെള്ളത്തുണിയിൽ കറുപ്പ് നൂലും ചുമപ്പ് നൂലും പറഞ്ഞു. ഇത് ഷോളാ? വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതാണ് ഇവര് ഇടുന്നത്. ഇത് അല്ലല്ല, ഇങ്ങനെ കൈ വെളിയിലിട്ട് കേട്ടെ, അകത്ത് താഴെ അത് ഇത് ഈ തൊള്ളയിലോട്ട് പറഞ്ഞാൽ എന്നാലേ ഇതിലെ ചാടിപ്പോവും. എങ്ങനെയുണ്ട്? ചിത്രക്കുട്ടൻ. ചിത്ര
சித்தார்குட்டன் ஓகே நீங்கள் மட்டுமா இல்லை மக்களெல்லாம் எல்லாம் போயிட்டு இருக்காங்க எல்லாம் ஊட்டி போயிருக்காங்க ஊட்டி. கொஞ்சம் உடம்பு சரியில்லாமல் ஆஸ்திக்கு போயிருக்காங்க வீட்டில் எல்லாம் വണ്ടിയിൽ പോയിരിക്കാங்க അപ്പോൾ ഇവിടെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ അപ്പം ഇവർ കുറച്ച് പേരൊക്കെ ഇവിടെ താമസിക്കുന്നുള്ളൂ പക്ഷേ വനത്തിനകത്താ കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ വരാൻ ഓ ആനയെല്ലാം വരുമാ அங்கே வரும் இந்த பக்கம் வராது மற்ற பக்கம் வராது ஆ ஆ அந்த எஸ்டேட் பார்த்தீங்களா ஆமாம் ஆமாம் எஸ்டேட் பக்கம் அந்த மலைக்கு வரும் ஆ ஆ அப்படியே போயிடும் പോരും പോത്ത് இருக்குமில்ல കാട്ടുപോത്ത് കാട്ടുപോത്ത് കാട്ടുപോത്തിന് എന്നാ തമിഴ് പറയുന്നത് புலி எல்லாம் இருக்குது പുലി ആ அங்கே கத்திட்டு அப்படியே போயிடுச்சுங்க அந்த ரோட்டுக்கிட்ட மேலே போயிடுச்சு 2 இருந்துச்சுங்க ആ പുലിയാ புலி எட்டு புலி எல்லாமே இருக்குது 2 ഉണ്ടായിരുന്നു അയ്യോ எல்லாம் இருக்குது சுற்றி சோலையாச்சுன்னா ആ முதல்லலாம் நல்லா இருந்துச்சு இடம் எல்லாம் சூப்பராக இருந்துச்சு ആ மைதானம் இப்போ வர அப்படி ஆகிப்போச்சு ம். எல்லாம் சோலை ஆகிப்போச்சு ஒரு 20-30 வருஷம் நல்லா எல்லாம் மைதானம் மாதிரி மட்டு மாதிரி இருந்துச்சு ആ எல்லாம் சூப்பராக இருந்துச்சு ആ இப்போதான் எல்லாம் காடாகிப்போச்சு ഇപ്പോൾ എല്ലാം കാടായിട്ട് വളർന്നു അതുപോലെ സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ വനത്തിൽ അതെ അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം വലിയ മരങ്ങളൊക്കെ ആയി നല്ല നേരത്തെ എല്ലാം മുട്ടക്കുന്നായിരുന്നു അത് അതെ ഇതെല്ലാം കൈ കൊണ്ട് തുന്നുന്നു കയ്യിൽ തന്നെ தைக்கிறாங்க இதெல்லாம் തയ്ക്കരുത് ആ ஒரே ஒரு அம்மா இருக்காங்க இங்கே கீழே இருக்காங்க ആ தைக்கிறாங்க இப்போ ആ இப்போ இருக்காங்க கீழே தைச்சிருக்காங்க. ആ തയ്ക്കുന്നുണ്ട് ഇപ്പോൾ ആണോ தையல் பண்ணுறாங்க എങ്ങനെയുണ്ട് മുത്ത ചേരുന്നുണ്ടല്ലേ നല്ല കളർഫുൾ അല്ലേ കളർഫുൾ അതാണ് നല്ല എടുപ്പാ കളറിന് பார்த்தீங்கன்னா இப்போ அவங்க അതല്ല ഇത് പോച്ച തണുക്കത്തില്ലല്ലോ തണുപ്പില്ല ആ അതൊരു കാര്യം കേട്ടോ കമ്പിളി തണുപ്പില്ല പോലെ ചൂടുണ്ട് ഇതിന്. ആ അതെ അവിടെ തുന്നുന്നുണ്ട് തുന്നി ഇതൊക്കെ എന്നാ വില വരും ஓ இதுக்கு அந்த அம்மாங்களும் கேளோ வா ஒரு பூத்துப்பள்ளி கிண்ணி மேலே வந்து வா ஆ ஆ அவங்க சொல்ல கேட்குறேன் தமிழ் யோசித்து அவன் கட்சிக்கா நீ போய்விட படிச்சுட்டாங்க நான் சொல்ல மாட்டாங்க தமிழ் எப்படியே മോറന് കൊല്ലം വേറെ ഭാഷയാ സംസാരിക്കുന്നത് ഇവിടുത്തെ ഭാഷ பதினேழு நம்பியா வேஸ்ட்டு அவங்களுக்கு தெரியும் அவங்க 10-15ங்கிறாங்க ആ, 15,000 രൂപയൊക്കെ ആവും തോന്നുന്നു ഇതിന് 10-15,000 രൂപ ആവുന്ന പറഞ്ഞത് ചെറിയ ഷാളിനൊക്കെ 1,500-2,000 രൂപ നല്ല വലിപ്പമുള്ളത് சால் சரி, மாதிரி இது சால் இருந்தா கம்மியா ആ തുന്നി എടുക്കണേല് കൊറേ സമയം പിന്നെ എടുക്കും എത്ര ദിവസത്തെ പണിയായിരിക്കും முக்குர்த்தி இருக்கும் ஃபர்ஸ்ட் முக்குர்த்தி எல்லாம் இருந்துச்சு தானே இது முக்குறிச்சி கிடையாது நம்மளுக்கு வந்து இந்த வந்து பெரிய வந்து இப்போ இருக்குது 2 கோயில் இருக்குது அங்கே அது வந்து தலக்குந்தாக்கு மேலே തലക്കുന്ത മേലെ ഒരു മുന്ത് இருக்குது அது அங்கே தான் உற்பத்தியாக இருக்கும் അവിടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതെന്നാണ് പറഞ്ഞത് വലിയ ഗ്രാമം മന്തെന്ന് പറയുന്ന ഗ്രാമമാണല്ലോ ഇവരുടെ തലക്കുന്തായ സ്ഥലപ്പേര് തലക്കുന്ത ഇവര് സംസാരിക്കുന്നത് തോടാ ഭാഷ തോടാസ് എന്നാണ് പറയുന്നത് തോടാസ് പക്ഷെ തമിഴുമായിട്ടൊന്നും ഒരു സമയമില്ല. സമയമില്ല മനസ്സിലായില്ല இது பெருசா ഓ പേഴ്സും ഒക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നേ இது எவ்வளோ ടൈം എടുക്കും டைம் எடுக்கும் ஒரு நாள் ஒரு பேഴ്സ് ഒരു ദിവസം ഒരു പേഴ്സ് അപ്പൊ നല്ല പണിയുണ്ട് കേട്ടോ ഇതാ വെള്ള തുണിയില് ചുവപ്പും കറുപ്പും നൂല് വെച്ചാണ് ഇത് തുന്നുന്നത് എന്താ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത് കണ്ടോ ഇത് ഫുള്ള് തുന്നിയേക്കുന്ന കൈ കൊണ്ട് നല്ല ഡിസൈനാ இது எந்த துணியா இது என்ன துணி துணி என்ன துணி காட்டனா இல்ல காட்டன் அந்த மாதிரி இல்ல இது வந்து எம்ப்ராய்டிங் பண்றதுக்குன்னு ஒரு துணி എംബ്രോയിഡറി ചെയ്യുന്ന നൂല് തന്നെ അത് ഇത് மட்டும் വാങ്ങുന്നത് தானே இது மட்டும் வாங்க വെള്ള തുണി മാത്രം മേടിക്കുന്നത് ബാക്കിയുള്ള തുന്നും ബാക്കിയെല്ലാം തുന്നും അക്ക പേരെന്നാ மதுமிதா മധുമിത മധുമിത എളുപ്പമുള്ള പേര് നല്ല പേര് താങ്ക് യു അക്ക ശരി അക്ക ഇതാ അണ്ണൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ നല്ല സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ അക്കായും അതെ ആ അമ്മ വന്നിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ അവിടെ അമ്മ വന്നിട്ട് ചായ വേണമെന്ന് ചോദിച്ചായിരുന്നു പിന്നെ അണ്ണനും ചോദിച്ചായിരുന്നു കേട്ടോ ആ മയിൽ കരയുന്ന സൗണ്ട് കേൾക്കുന്നു അതിൽ നമ്മൾ ഇന്നലെ കിടന്നിടത്ത് എല്ലാം ഉണ്ട് അതല്ലേ അതുപോലെ കാട്ടുകോഴിയുടെ കറച്ചയൊക്കെ കിളികൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ മലയുടെ അടിവാരത്തായി വീടുകളൊക്കെ കുറച്ച് വീടുകളേ ഉള്ളൂ ഇവിടെ 3-4 വീട്ടിലെ ആളുള്ളെന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും ടൗൺ ഏരിയകളിലേക്ക് പോയി കറണ്ടൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഇതുണ്ടോ ലൈൻ വനത്തിൽ കൂടെ ലൈൻ വലിച്ചു വന്നേക്കുന്നത് പോയിച്ചു വന്നപ്പോഴത്തേക്ക് മുറ്റത്തൊരു മൈനെന്നൊക്കെ പറയുന്നല്ലോ ഒരാളുടെ ഫുള്ള് ഇതാരിത് അപ്പോൾ നമ്മൾ കോടനാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പിന്നെ വണ്ടി എടുത്തേക്കട്ടെ എടുത്തോ
ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ? അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആ, ഊട്ടിയിലൊക്കെ കറങ്ങാൻ ഒത്തിരി ദിവസം കറങ്ങണം എല്ലായിടവും കാണണമെങ്കിൽ. നമ്മൾ കറങ്ങുന്ന പോലെ ഇറങ്ങിയാലേ. ആ, നമ്മുടെ കോടനാട് എസ്റ്റേറ്റാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അമ്മാവിടെ എസ്റ്റേറ്റ് ആയിരുന്നു. അവിടെ കൊള്ളുന്നുണ്ട്. ഈ കൈ കൊണ്ടല്ലാത്തോണ്ട് എളുപ്പമുണ്ട് അല്ലേ? മിഷനാ ഇപ്പം. ആ, എന്താണേലും ഈ കോടനാട് എസ്റ്റേറ്റ് കാണാൻ അടിപൊളിയാട്ടോ. സൈഡെല്ലാം നല്ലപോലെ കെട്ടി ചെടി പിടിപ്പിച്ചേക്കുന്നതാണ്. ആ ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ എസ്റ്റേറ്റിനകത്തൂടെ എല്ലാം റോഡുണ്ട്. ആ, അതെ അതെ. അതിലേക്ക് ഇറങ്ങിപ്പോണം. നല്ല രസമല്ലേ? എല്ലാം നല്ല റോഡ്, ടാർ ചെയ്ത റോഡുകളാണ്. ഇത് ഗേറ്റ് നമ്പർ 1. ഓ, 1-ാം നമ്പർ ഗേറ്റ് ഇതാണ്. ഒരേ രീതിയിൽ ഒരേ പൊക്കമുള്ള വീടുകളെല്ലാം നല്ല കളർഫുള്ളായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഓടിട്ട വീടുകളാണ് കൂടുതലും. പൊന്നൂർ ആദിവാസി വില്ലേജ്. പൊന്നെന്ന് പറഞ്ഞ എന്നാ? സ്വർണം. അതുമായിരിക്കും ഉദ്ദേശിക്കുന്നത്. പൊന്നൂർ അത്ര നല്ല ഊരാ അത്. ആദിവാസി വില്ലേജാ. കൊളുന്നെല്ലാം നുള്ളാറായി നിൽക്കും കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ ഇന്ന് കണ്ട തോഡ ട്രൈബ്സിന്റെ ആ വീടേ ഒരു വ്യത്യസ്തമല്ലേ അല്ലേ? നമ്മൾ ഒത്തിരി അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ജനലൊന്നും ഇല്ലെന്നുള്ളത്. ഇതിപ്പോ നമ്മൾ കണ്ടത് അമ്പലം, പക്ഷെ അവരുടെ വീടും അങ്ങനെ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇതിന് ജനല് വെച്ചിട്ടാണ് ഇപ്പൊ കുറെ റിസോർട്ടൊക്കെ പണിയുമ്പോ കാണില്ലേ? ഇപ്പൊ ആ മോഡലിലൊക്കെ ഓരോ ഇത് പണിയുന്നുണ്ട്. പിന്നെ മന്തെന്ന് പറഞ്ഞ് ഇവരുടെ ഗ്രാമത്തിൽ ഒരു 5-6 വീടുകളെ കാണുള്ളൂ. പിന്നെ എരുമയ്ക്കും പോത്തിനും ഒക്കെ ഉള്ള തൊഴുത്തും ഉണ്ടാവും. പിന്നെ ഒരു ക്ഷേത്രവും കാണും. ഇപ്പൊ നമ്മള് കഴിഞ്ഞ സ്ഥലപ്പേരെന്നാന്നറിയാവോ? എലയട. എലയടയോ? എൽഡ. ആ, ഇലയുടെ ഉണ്ടാക്കണം. ആ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്ത്. ഒരു ദിവസം ഇലയുടെ ഉണ്ടാക്കണം. ഇലയുണ്ടോ അതിന്? വാഴയിലൊക്കെ എൻ്റെ ഉണ്ട്. അല്ലേലും ഇവിടെ വാഴയിലക്ക് ക്ഷാമമില്ല, തമിഴ്നാട്ടില്. ഇല്ല, എന്നാലും ഒരു കരുതലിന് ഞാൻ എടുത്തോണ്ടാ പോകുന്നത്. താഴെ അതെ ആ ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയുണ്ടോ? നല്ല രസം കാണാൻ. അതെല്ലാം ഓരോ ഗ്രാമങ്ങളാണ്. കോത്തഗിരി, പെരമ്പല്ലൂർ. വളരെ പണ്ട് കാലത്ത് ഈ തോട സമുദായത്തിനിടയിൽ ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നു. അതായത് ഒരു സ്ത്രീ ഒരു വീട്ടിലെ ഒന്നിലധികം സഹോദരങ്ങളെ കല്യാണം കഴിച്ചിരുന്നു. ഇപ്പം അങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല. ഏതൊക്കെയല്ല, ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റും. അതെ, അത് എപ്പോഴും കാറ്റാ, 24 മണിക്കൂറും കാറ്റാ. നല്ല തണുപ്പും. നല്ലൊരു പഴയ വീട്. ഈ ഷോള ഫോറസ്റ്റ്, നീലഗിരി മലനിരകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉള്ളത്. വനമാണ് മൊത്തം. ആ, അതെ. വന്യമൃഗങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളുമാണ്. നല്ല വലിപ്പമുണ്ട്. പോത്തിനും വലിപ്പമുണ്ട്. പോത്തിന് പക്ഷെ പോത്തിനും വലിപ്പമുണ്ട്. ഈ സ്ഥലമാണ് ഓം നഗർ. ഓം നഗർ. ഫെറേറി എന്ന പോർച്ചുഗീസ് പുരോഹിതനാണ് 1602 ഈ ആദ്യമായിട്ട് ഈ തോടരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. WHR റിവേഴ്സ് എന്ന കേംബ്രിഡ്ജിലെ നരവംശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഇവരെ പറ്റി പഠിക്കുന്നത്. രാജ്നഗർ ബസ് സ്റ്റോപ്പ്. ഈ പൂക്കൾക്കൊക്കെ നല്ല കളറാണ്. ഇത് നമ്മൾ ഇടുക്കി കാണുന്ന പോലെ തന്നെ. അതായത് ഇവിടുത്തെ കാലാവസ്ഥയുടെ തണുപ്പല്ലേ എപ്പോഴും. ഈ മരങ്ങളൊക്കെ കണ്ട വളഞ്ഞു നിൽക്കുന്നതല്ലേ? നല്ലതല്ലേ? നല്ല. മേട്ടുപ്പാളയം 36 കിലോമീറ്റർ. ടാൻഡി കോട്ടഗിരി ടി ഡിവിഷൻ. ടാൻഡി. ഇവിടെ വന്ന് 2-3 ദിവസം താമസിക്കണം. കുറേ ദിവസം. നമുക്കിനി ഓരോ വലിയ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേ ഉറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വരാം. റേഞ്ചും ഇല്ല. റേഞ്ച് ഉണ്ട് കേട്ടോ, എയർടെല്ല കൂടുതലുള്ളതെന്നുള്ളൂ. എന്നാലും നെറ്റ് വലിയ സ്ലോയാ. ജിയോ ഒന്നും കുറവാ. BSNL ഉണ്ട്. കാരവൻ കൊണ്ട് വരണമല്ലോ. അതെ. അല്ലെ പിന്നെ ഇവിടെ വന്ന് റൂം എടുക്കണ്ടേ? അല്ല, കാരവനിൽ വന്ന് കിടക്കുന്ന നല്ലത്. ഒരു കാര്യമുണ്ട് മുത്തേ, റൂം എടുത്ത് കിടക്കുകയാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യൊന്നും വേണ്ട, റെസ്റ്റ് കിട്ടും. ഇതും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് കിട്ടത്തില്ല. ഊട്ടി കാണാൻ വന്ന ഒരാളെ നോക്കിയേ. ആകാശിന് പിന്നെ സ്ഥലം കാണാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് ഈ ലോറിയെ പോകുന്ന മിക്കവർക്കും അങ്ങനെ തന്നെയാ. സ്ഥലങ്ങൾ അങ്ങനെ കാണാനോ അങ്ങനെയുള്ള ഒരു താല്പര്യമില്ല. അവര് എന്ന് യാത്ര ആയതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ലതാ. ഇപ്പോൾ നമ്മൾ കോത്തഗിരി ആകാറായി. കോത്തഗിരി നമുക്കാണ് ഇവിടുന്ന് ചോറിനിട്ട് പോയായിരുന്നു. ഉച്ചയല്ലേ? 1:30 ആകാറായി. മൈസൂർ 178, ഗൂഡല്ലൂർ 78, മേട്ടുപ്പാളയം 30, കോയമ്പത്തൂർ 70, കൂനൂർ 24, ഊട്ടി 29. പഴയ ഒരു തമിഴ്നാട് സർക്കാരിന്റെ ബസ്. ഇവിടെ പിങ്ക് ബസ് ഒന്നും കണ്ടില്ലല്ലോ.
ബസ് ഇവിടെ കുറവാന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ കട. ഒരു കാര്യം ചെയ്യ്, 2-3 പേര് ഇവിടെ ഇറങ്ങിക്കോ, എന്നിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഈ ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഔട്ടറിലേക്ക് അടിപൊളി സ്ഥലങ്ങൾ. ഇതിന് കറങ്ങി വരണം, റൈറ്റിലേക്ക് നമുക്ക് പോകേണ്ടത്. അതെ, അങ്ങോട്ട് റൈറ്റ്. അപ്പോൾ ഊട്ടി ചെന്നിട്ട് വേണമല്ലോ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അതെ അതെ. ടാക്സി സ്റ്റാൻഡ്, ഇഷ്ടംപോലെ കാറുകളുണ്ട്. കോത്തഗിരിയിലെ പിക്കപ്പ് സ്റ്റാൻഡ്. ഇത് മാർക്കറ്റാണെന്ന് തോന്നുന്നു താഴേക്ക്. തമിഴ്നാടിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായ കാലാവസ്ഥയിൽ അടിപൊളി ഭൂപ്രദേശമാണ്. ഇത് ലെഫ്റ്റ് സൈഡിലാണ് കോട്ടഗിരി മുനിസിപ്പാലിറ്റി ഓഫീസ്, നീലഗിരി ഡിസ്ട്രിക്ട്. നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. കോത്തഗിരി നഗരാച്ചി. ചക്കപ്പഴം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ചക്കപ്പഴം ഉണ്ട്, ഫ്രൂട്ട്സ് പല സാധനങ്ങളുണ്ട് ഇവിടുത്തെ. മുല്ലപ്പൂ, മല്ലികപ്പൂ. റെഡ് ബോഡി കൊണ്ടുവന്ന വണ്ടി അത് ഓമിനി ആയിരുന്നു കേട്ടോ, മാരുതി ഓമിനി. അതുപോലെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് അങ്ങനെ ആക്കിയതാ. അതില് കുരിശും ശിവലിംഗവും ചന്ദ്രകല എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടോ? അപ്പൊ വാടകയ്ക്ക് കൊടുന്ന ടൗണ് കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും വേണം നമുക്ക് പാർക്ക് ചെയ്യാൻ. കന്യകാദേവി കോളനി. ആ ബോഗൻവില്ല് നിൽക്കുന്നുണ്ട്, എല്ലാം കാണത്തില്ലാത്ത പോലെ പോവാ, നല്ല കളറും. മോളൊരു മടവാന്ന് തോന്നുന്നു. ആ അതെ അതെ, മദർ തെരേസയുടെ ആണെന്ന് തോന്നുന്നു. ടൗണ് കഴിഞ്ഞ് കുറേ ദൂരം കൂടെ ഓടി വന്നിട്ടാണ് നമ്മൾ വണ്ടി ഒരിടത്ത് ഒതുക്കിയത്. രണ്ടുപേരെ അവിടെ ഇറക്കി വിട്ടേക്കുക. അതെ, അപ്പം ഇനി നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാനാ. അപ്പം നീലഗിരി ഹിൽസിലൂടെയുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.